പണ്ട് ജപ്പാനിൽ നടന്ന ഒരു കഥ നമ്മുടെ വീടുകളിലും ആവർത്തിക്കുന്നുണ്ടോ? ഈ കഥയുടെ അവസാനം മനസ്സിലാകും നിങ്ങളും കഥയും തമ്മിലുള്ള ബന്ധം. ഒരു യുവാവ് തന്റെ പ്രായമായ അച്ഛനെയും അമ്മയെയും തടികൊണ്ടുണ്ടാക്കിയ ഒരു ഉന്തുവണ്ടിയിലിരുത്തി ദുർഘടമായ ഒരു മല കയറുകയായിരുന്നു. ഉന്തുവണ്ടിയിലിരുന്ന അമ്മ തനിക്ക് ഏറ്റവും പ്രിയമുള്ള വെള്ളക്കടലാസ് പൂക്കൾ താൻ സഞ്ചരിക്കുന്ന വഴിയിലുടനീളം വിതറി. എന്നാൽ അച്ഛനാകട്ടെ തന്റെ ജുബയുടെ കീശയിൽ കരുതിയിരുന്ന ധാന്യമണികൾ താഴേക്ക് വിതറുവാൻ തുടങ്ങി. ഇരുണ്ട കാട്ടുപാതയിലൂടെ മലമുകളിലെ നിശ്ചിത സ്ഥാനത്തെത്തി മാതാപിതാക്കളെ സുരക്ഷിതമായി ആ യുവാവ് ഒരിടത്തിരുത്തി. എന്തിനാണ് പ്രായമായ ഈ മാതാപിതാക്കളെ ഇവിടെ എത്തിച്ചതെന്നറിയണ്ടേ? എന്തിനായിരിക്കും മാതാപിതാക്കൾ ധാന്യമണികളും വെള്ളക്കടലാസും വാരി വിതറിയെന്നറിയണ്ടേ? അതൊരു ക്രൂരമായ ആചാരത്തിന്റെ ഭാഗമായിരുന്നു. പണ്ട് ജപ്പാനിലെ നാടോടി കഥകളിൽ ഉപസുദേ എന്നൊരു ആചാരമുണ്ടായിരുന്നു. പട്ടിണി മൂലമോ ക്ഷാമം മൂലമോ ജീവിക്കാൻ വകയില്ലാതാകുമ്പോൾ പ്രായമായ മാതാപിതാക്കളെ മലമുകളിൽ ഉപേക്ഷിക്കുന്ന ഒരു ക്രൂരമായ രീതി. ആ ആചാരത്തിന് വഴങ്ങിയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആ മലമുകളിൽ ഉപേക്ഷിച്ചത്. വളരെ സങ്കടത്തോടെ തിരികെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് ധാന്യമണികളെക്കുറിച്ചും വെള്ളക്കടലാസ് പൂക്കളെക്കുറിച്ചും ചിന്തിക്കുന്നത്. വളരെ പതുങ്ങിയ സ്വരത്തിൽ ആ മകൻ മാതാപിതാക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന്. പുഞ്ചിരിയോടുകൂടി ആ അമ്മ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളെ മരണത്തിന് കൊടുക്കാനാണ് ഇവിടെ കൊണ്ട് വിട്ടതെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഈ കൊടുങ്കാട്ടിൽ നിനക്ക് വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വെള്ളക്കടലാസ് പൂക്കൾ വാരി വിതറിയത്. എന്നാൽ അച്ഛൻ മകനെ നോക്കി പറഞ്ഞു, ഞാൻ വിതറിയ ധാന്യമണികൾ പക്ഷികൾ കൊത്തി തിന്നുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേട്ട് വന്യമൃഗങ്ങൾ നിന്നെ ആക്രമിക്കാൻ വരില്ല. അവർ വഴിമാറിപ്പോയിക്കൊള്ളും. ഞങ്ങൾ മരിച്ചാലും നീ സുരക്ഷിതമായി വീട്ടിലെത്തണം. പ്രായമായ മാതാപിതാക്കളുടെ ആ വാക്കുകൾ കേട്ട് ആ മകൻ തകർന്നുപോയി. തങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ വന്ന മകന് പോലും സുരക്ഷിതമായ പാത ഒരുക്കിയവരാണ് ആ മാതാപിതാക്കൾ. ജപ്പാനിലെ ക്രൂരമായ ആചാരം ഇന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വീടിന്റെ പിന്നാമ്പുറത്തോ മുറിയിലോ വൃദ്ധസദനത്തിന്റെ ചൂടിലോ അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവരെ സ്നേഹിക്കുവാൻ അവർ മരിക്കുന്നതിന് വരെ നിങ്ങൾ കാത്തിരിക്കരുത്. അവർക്ക് പകരം വെക്കുവാൻ മറ്റൊന്നും ഇല്ല എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക.